പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റോൾ ഗോൾഡ്, മാല, കമ്മൽ, അതുപോലെ പാദസരം, ഇതിൻ്റെയൊക്കെ കളേഴ്സ് പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ കളേഴ്സ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പഴയൊരു പാദസരം ഉണ്ട്. അതിൻ്റെ കളേഴ്സ് എല്ലാം പോയിരിക്കുകയാണ്. ഒരു പച്ച കളറൊക്കെ വന്നു തുടങ്ങി, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് പാദസരം. അപ്പോൾ ഇത് കളർ ഒന്ന് കുറച്ചും കൂടെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്താൽ എല്ലാവരും കാണണേ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വാളംപുളിയുടെ നീരായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ നീരാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ 2 നാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ 2 പാദസരം ഉണ്ട് ഇതിനകത്ത്. അത് 2 ഞാൻ ഇതിലേക്ക് മുക്കിയിടുകയാണ്. 5 മിനിറ്റ് ഇതിലേക്ക് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അഴുക്കെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ കുതിർക്കാൻ വെക്കുന്നത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാനൊരു ഡിറ്റർജൻറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഏതും ആയിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാണ്. 2 സാധനങ്ങളെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച ആ ചെറുനാരങ്ങ നീരും ആ പാദസരം ഉൾപ്പെടെ ഞാൻ ഡയറക്റ്റ് അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു ചേഞ്ചസ് വരും, ഒരു കളർ ചേഞ്ച് വരും. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ചൊന്ന് ആറട്ടെ, അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെച്ചു. അത് ഇനി ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കാൻ പോവാണ് കേട്ടോ പാദസരം. അടിപൊളിയായിട്ടോ, നല്ല ചേഞ്ചസ് ഉണ്ട്. ഒരുവിധം കഴുക്കൊക്കെ പോയി. ഇപ്പം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ആ കളറ്? നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എടുക്കുന്നത് ടൂത്ത് പേസ്റ്റാണ്. കുറച്ച് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും കൂടി ഒന്ന് ഉരച്ച് തേക്കുകയാണ് കേട്ടോ. ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കഴുകിയെടുത്തു. ദേ ഇപ്പോൾ നോക്കിക്കണ്ടേ, നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കളറ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് തുടച്ചിട്ട് ടാൽക്കൻ പൗഡറില്ലേ, നമ്മൾ ഫേസിലിടുന്ന പൗഡർ എടുത്ത് കുറച്ച് കയ്യിലിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ഗോൾഡ്, അപ്പോൾ ഒന്ന് ഡിമ്മായി കൊടുത്തോളാം കളറ്. ഓക്കെ, പക്ഷെ എന്തായാലും നമുക്ക് നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്രീൻ കളറൊക്കെ മാറിക്കിട്ടി. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ പരീക്ഷണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ.